ഇവിടുന്ന് നിങ്ങൾ ക്വീൻസ് ബാത്തിലേക്ക് പോകണം. അവിടെ ചെന്നാൽ പിന്നെ ഡോണ്ട് വറി ബി ഹംപി. ക്വീൻസ് ബാത്ത്. വേഗം വാ. അടിപൊളി. നോക്ക്. ഇതൊരു ബാത്റൂം ആയിരുന്നോ? കണ്ട ഒരു കൊട്ടാരം പോലെ ഉണ്ട്. ഇത്രയും വലിയ ബാത്റൂം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫുൾ ടൈം കുളിയായിരുന്നു. ആദ്യം നീ ഒരു നേരം കുളി, എന്നിട്ട് മതി ബാക്കിയൊക്കെ. ശ്വേത, അവിടെ ക്ലൂ ഉണ്ടെന്ന് പെട്ടെന്ന് നോക്കാവോ? ഓക്കെ. എന്താ ദേവുട്ടി, എന്ത് പറ്റി? ഒന്നുമില്ല. എന്താ നീ കാര്യം പറ. ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞേ. ദേവുട്ടി ദേഷ്യപ്പെടല്ലേ, കാര്യം പറ. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൾക്ക് നിന്നോടുള്ള ബിഹേവിയർ ശരിയല്ലെന്ന്. എടി, അവള് വെറുതെ ഫ്രണ്ട്ലി ആവുന്നു. ഫ്രണ്ട്ലി? നീ ഒരു പൊട്ടനാ. നിനക്ക് പെമ്പിളുടെ സ്വഭാവം എന്നാന്ന് അറിയാമല്ലോ. അവളുടെ സ്വഭാവം എന്തായാലും എന്താ, എനിക്ക് എന്റെ ദേവുട്ടി ഇല്ലേ, ദേവുട്ടിയുടെ കണ്ണും ദേവുട്ടി ഇങ്ങനെ മാങ്ങി കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാനൊന്നും കണ്ടിട്ടില്ലേ. അയ്യോ, ഞാനെല്ലാം കണ്ടു. ഞാൻ കുറച്ച് ഞങ്ങളിങ്ങനെ. സ്ഥലം കൊള്ളാം. ജനിക്കുവാണെങ്കിൽ ഇവിടുത്തെ ഒരു ബടനായിട്ട് ജനിക്കണം. അതെന്താ? കണ്ടില്ലേ, മതില് ഫുള്ള് ഓട്ടയടാ. എന്നും രാവിലെ ഫ്രീ ആയിട്ട് രാജ്ഞിമാര് കുളി കാണായിരുന്നു. വൃത്തികെട്ടവനാ. നല്ല ബെസ്റ്റ് ആളെയാ നീ സഹായിക്കാൻ കൂടെ കൂട്ടിയേക്കും. ജഗന്നാഥ് +7. അതൊരു അമ്പലമല്ലേ? അതങ്ങ് പുരിയിലല്ലേ? പൂരിയോ? ഇതാണോ? ഈ പിള്ളേരുടെ ഗ്ലൂ ഒക്കെ ഭയങ്കര പാടാണല്ലോ. ഞാൻ അപ്പഴേ പറഞ്ഞു പരിപാടിക്കൊന്നും പോകണ്ടെന്ന്. ആരടി ജഗന്നാഥൻ? കൊറേ നേരായല്ലോ. सफरों की जिंदगी जो कभी नहीं खत्म हो जाती है. ജഗന്നാഥൻ. ജഗന്നാഥല്ല, ജഗന്നാഥൻ. തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. ആറാം തമ്പുരാൻ. +7. 12. 13 തമ്പുരാൻ. ശ്രീകൃഷ്ണദേവരായ. സ്റ്റാച്ചു ഒക്കെ കൊള്ളാം, പക്ഷെ ഒരു തമ്പുരാൻ ലുക്കില്ല. അതൊക്കെ നമ്മുടെ ലാലേട്ടൻ. നിനക്കറിയാം, 15ാം നൂറ്റാണ്ടില് ഒരു പോർച്ചുഗീസ് ട്രാവലർ ഉണ്ടായിരുന്നു. പുള്ളി ലണ്ടൻ, പാരീസ്, റോം ഒക്കെ കണ്ടിട്ടാണ് ഹംപിയിലേക്ക് വന്നത്. അങ്ങേര് പറഞ്ഞത് ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള സിറ്റി ഹംപിയാണെന്നാണ്. ഈ മനുഷ്യനാ ഇത് മുഴുവൻ പണിതുണ്ടാക്കിയത്. അന്നിവിടെ 5 ലക്ഷം പേരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ വെറും 3000 പേരേ ഉള്ളൂ. എന്താ? ജാതി, മതം, തമ്മിത്തല്ല്, അതൊക്കെ തന്നെ. 600 വർഷം കഴിഞ്ഞിട്ടും നമുക്കൊന്നൊരു മാറ്റമില്ലല്ലേ? ക്ലൂ. Does this look like a tower? ഇത് ടവർ ഒന്നുമല്ല, വേറെ എന്തുവാ? വേറെന്താ ആലോചിക്കേ? ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം, ഞാനും കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതാ അമ്പലല്ലേ? ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, വിരൂപാക്ഷ ടെമ്പിൾ. വാ പോ. വിരൂപാക്ഷ ടെമ്പിൾ. വിരൂപാക്ഷ ടെമ്പിൾ. വാ വാ വാ. നിക്ക്. നീ വരുന്നില്ലേ? ഇത് ലാസ്റ്റ് ക്ലൂവാ. വരുണത്ര സിമ്പിൾ ആക്കില്ല. എന്താ? എടാ ഇങ്ങനെ നോക്കണ്ടേ? ഇതൊരു ടവർ അല്ല, ഫ്ലോർ പ്ലാനാ. കണ്ടോ? വിത്തല ടെമ്പിൾ. ഞങ്ങളുടെ ഫസ്റ്റ് പ്രൈസ് എടുക്ക്. നിങ്ങൾ ഫസ്റ്റോ? നിങ്ങളും ഫസ്റ്റ് ഒന്നുമല്ല. പിന്നാരാ? ഇവനോട് ഫുൾ ക്ലൂ സോൾവ് ചെയ്തിട്ട് മണിക്കൂർ 3 ആയി. ഹായ് ഗായ്സ്. നിരാശ. ഫസ്റ്റ് പ്രൈസ് എന്താന്ന് കാണണ്ടേ? പോയി എല്ലാരും വിളിച്ചിട്ടോ. മ്യൂസിക്കൽ പില്ലേഴ്സ്. ഇതിവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ്. ഇവരിങ്ങനെ എല്ലാ ദിവസവും വന്ന് പെർഫോം ചെയ്യാറില്ല. ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഹംപിയിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് എനിക്ക് തോന്നി. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്.
ദേവൻ കഴിഞ്ഞില്ലേ, ഇനി റൂമിൽ പോയി കുപ്പി പൊട്ടിക്കാം. അളിയ യു ആർ ദ മാൻ. എല്ലാവരും നേരെ ക്യാമറയിലേക്ക് നോക്കിയപ്പോൾ ഒരാളുടെ ഫോക്കസ് മാത്രം മറ്റൊരിടത്തായിരുന്നു. വേഗം പോ, അനിലും വരനും പോ. ജോസേട്ടൻ ചേച്ചില്ലേ? എന്താടാ പണി പാളി? നമ്മുടെ കുപ്പിയാരൊക്കെ കിഡ്നാപ്പ് ചെയ്തോ? അല്ലടാ, ഇത് ചുമ്മാ നമ്മുടെ ക്ലാസ്സിൽ ഏതോ തെണ്ടി നമ്മളെ വട്ടാക്കുന്നത്. ഇതങ്ങനെ പിള്ളേളിയൊന്നുമല്ല. അല്ല, ഐവിയുടെ പേര് പിരിച്ച് കാശ് കൊണ്ട് വാങ്ങിയ കുപ്പികളാ. കള്ളക്കണക്ക് ഉണ്ടാക്കി മടുത്തു. ഇതെങ്ങാണ് എടുത്തവന് എന്റെ കൈ കിട്ടിയ. സീറ്റിന്റെ അടി നീട്ടിയതാ. നോക്കട്ടെ, ഉത്തരങ്ങൾ അപ്പുറത്ത്. എടാ മര്യാദക്കേ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേരാ. ഇപ്പൊ മൊത്തം ക്ലൂ ആയി. ക്ലൂ അനുഭവിച്ചോ. നമ്മുടെ റൂമിന്റെ അപ്പുറത്താരാ? നിരാഷ്. എടാ മണ അടിച്ച ബോധം കിടന്ന പാട്ടിയാ. പിന്നെയാണ് എടാ കുപ്പി നിന്റെയോ? എടാ അങ്ങേര് അവൻ നല്ല ചാൻസ് ഉണ്ട്, ഞാൻ പറയാം. എടാ ആ പുല്ലന്റെ കണ്ണ് കണ്ടറിയാം. വൺ ടാങ്ക് സാർ എങ്ങാനായിരുന്നെങ്കിൽ ഇപ്പൊ ഐവിയുടെ ആയിരുന്നു തീരുമാനമായേനെ. കറക്റ്റ്. നിങ്ങളിങ്ങനെ കടങ്കഥ കളിച്ചിരുന്നു. ഇത് ചൂടാവുന്ന എന്തിനും? ലവ്ലി മിസ് കാഞ്ഞിരപ്പള്ളി നസ്രാണിയാ. എന്താ ഉത്തരങ്ങൾ അപ്പുറത്ത്. നിരന്തരമായ സ്റ്റെപ്സ്. ബോട്ടും പാലവും ഒന്നും കാണുന്നില്ലല്ലോ. എടേ ഏറ്റവും അടുത്തുള്ള പാലം 40 കിലോമീറ്റർ അപ്പുറയാ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? വഴിയുണ്ട്. മടി നീ കേറുന്നില്ലേ? ഞാനെങ്കില്ല, നല്ല അടിയൊഴുക്കുള്ള സ്ഥലാ. എടാ ഇതിൽ എല്ലാ ദിവസവും 8-10 പേര് കേറുന്ന ഒരു കുഴപ്പമില്ല. നീ വാ. അതൊക്കെ ഡ്രൈവർ ഉള്ളപ്പോഴല്ലേ? ഡ്രൈവറാ കേറി വാടാ. കുപ്പി അപ്പുറത്തന്നെ. നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഞാൻ ഹോട്ടലിൽ തപ്പാ, കിട്ടിയ വിളിച്ചാൽ മതി. പോട്ടെ വണ്ടി തെക്കോട്ട്. എന്താണ് നമ്മൾ ഇവിടെ എത്താത്തെ? ഓ ഈ ഗൗതമിന്റെ ഇല്ല ഇനിയിപ്പോ. വരുണേ എനിക്ക് പേടിയാവുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? പേടിയാണ്, നീ വിട്ടോ. ഇത് എടുത്തുകൊണ്ടിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാതെ ഞാൻ എങ്ങോട്ടുമില്ല.